ഇനി നമുക്ക് നല്ല തിക്കായിട്ടും ടേസ്റ്റി ആയിട്ടും നല്ലൊരു ബീഫ് റോസ്റ്റ് ചെയ്ത് നോക്കാം. 250 ഗ്രാം ബീഫിലോട്ട് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം പെരിഞ്ജീരകം, കുരുമുളക് പൊടി, ജീരകത്തിന്റെ പൊടി, ഓയില്, വെളുത്തുള്ളി, ഇഞ്ചി, അല്പം വെള്ളം നല്ല രീതിയിൽ തിരുമ്മി വെച്ച് 3 വിസിലോളം വന്നിട്ടുള്ള കുക്കർ 15 മിനിറ്റിന് ശേഷം മാത്രമാണ് നമ്മൾ ഓപ്പൺ ആക്കുന്നത്. ചൂടായിട്ട് വന്ന പാനിലേക്ക് 3 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ, പെരിഞ്ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, സവാള, ആവശ്യത്തിന് ഉപ്പ്, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. മസാല എല്ലാം ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് തക്കാളി, നമ്മൾ ബീഫ് പോലിയ സ്റ്റോക്കാണ് ശരിക്കും റോസ്റ്റിന് വേണ്ടി എടുക്കുന്നത്. തക്കാളി നല്ല രീതിയിൽ കുക്ക് ചെയ്ത് അതിന്റെ പുളിരസം എല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാൻ. അല്പം കൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. കറി അല്ല റോസ്റ്റ് ആയതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ഈ ഒരു പരുവത്തിലെ ഗ്രേവി എല്ലാം ബീഫിലേക്ക് കോട്ട് ചെയ്ത് വരുന്ന രീതി നമ്മൾ മിക്സ് ചെയ്യാണ്. ഈ സമയത്ത് ഇതിലേക്ക് അല്പം ഗരം മസാല, അല്പം കൂടി കുരുമുളക് പൊടി, ഗാർണിഷ് ആയിട്ട് കറിവേപ്പില, പച്ചമുളക്, തക്കാളി. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു.